നമസ്കാരം. എഡ്യൂ പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്ലസ് 2 വിദ്യാർത്ഥികൾ സെർച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. അബൌട്ട് BCA കോഴ്സ് ആൻഡ് ജോബ്സ്. അതുകൊണ്ട് കേരളത്തിലെ ടോപ്പ് BCA കോളേജുകളെക്കുറിച്ചും കൂടാതെ ഇന്ത്യയിലെ ടോപ്പ് റാങ്കിംഗ് BCA കോളേജുകളെക്കുറിച്ചും BCA കഴിഞ്ഞ ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ചേരാൻ വേണ്ട യോഗ്യതകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി ചെയ്യാൻ താല്പര്യമുള്ളവരുടെ സംശയങ്ങൾ പലതാണ്. ബിടെക്കിന് പോകണോ അതോ BCA കോഴ്സിന് പോകണോ? മറ്റു ചിലരുടെ സംശയം BCA നല്ലതാണോ, കോഴ്സ് കഴിഞ്ഞാൽ ജോലി അവസരങ്ങൾ ഉണ്ടോ എന്നതാണ്. ചിലർക്ക് എഞ്ചിനീയറിംഗ് കോഴ്സ് വേണ്ട, പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഡിഗ്രി ചെയ്യണം. ഭൂരിഭാഗം പേർക്കും മാത്സ് പഠിക്കാൻ താല്പര്യമില്ല, പക്ഷേ IT ഫീൽഡ് ഇഷ്ടവുമാണ്. ഇങ്ങനെ BCA കോഴ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ആദ്യമായി BCA കോഴ്സ് എന്താണെന്ന് നോക്കാം. BCA അഥവാ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നത് 3 വർഷം ദൈർഘ്യമുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, വെബ് ഡിസൈനിങ്, ഡാറ്റാബേസ് മാനേജ്മെന്റ്, നെറ്റ്വർക്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളാണ് ഈ കോഴ്സിൽ പ്രധാനമായും പഠിപ്പിക്കുന്നത്. C++, ജാവ, പൈതൺ പോലുള്ള ലാംഗ്വേജസ് മുതൽ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതുവരെ പ്രാക്ടിക്കൽ എക്സ്പോഷർ നൽകുന്ന കോഴ്സാണ് ഇത്. എഞ്ചിനീയറിംഗ് പോലെ ഹെവി മാത്തമാറ്റിക്സ് ഇല്ലാത്തതിനാൽ IT ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന പലർക്കും BCA ഒരു കംഫർട്ടബിൾ ഓപ്ഷനായി മാറുന്നു. ഇപ്പോൾ BCA കോഴ്സിന്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കാം. 3 വർഷത്തെ ഈ കോഴ്സ് 6 സെമസ്റ്ററായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. തിയറിക്കും പ്രാക്ടിക്കലിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫൈനൽ ഇയർ പ്രോജക്റ്റ് നിങ്ങളുടെ സ്കില്ല് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. അഡ്മിഷൻ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലോ മാനേജ്മെന്റ് കോട്ട വഴിയോ ലഭിക്കും. കേരളത്തിൽ ടോപ്പ് കോളേജുകളിൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ഇനി BCA കോഴ്സിന് ചേരാൻ വേണ്ട യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. +2 പാസ്സാണ് അടിസ്ഥാന യോഗ്യത. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്ട്സ് എടുത്ത് +2 പാസ്സായവരെയാണ് കൂടുതൽ കോളേജുകളും പരിഗണിക്കുക. മാത്സിന് പകരം ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് +2 പാസ്സായ വിദ്യാർത്ഥികൾക്കും BCA കോഴ്സിന് അപ്ലൈ ചെയ്യാം. പല പ്രമുഖ കോളേജുകളും +2 മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കാണ് അഡ്മിഷൻ നൽകുന്നത്. എങ്കിലും ചുരുക്കം ചില സ്ഥാപനങ്ങൾ മാത്സോ കമ്പ്യൂട്ടർ സയൻസോ ഇല്ലാതെ +2 പാസ്സായ സ്റ്റുഡൻസിനെയും പരിഗണിക്കാറുണ്ട്. കേരളത്തിലെ ടോപ്പ് റാങ്കിംഗ് BCA കോളേജുകളിൽ ചിലത് മാറിവാനിസ് കോളേജ്, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്, ക്രൈസ്റ്റ് കോളേജ്, MES കോളേജ് തുടങ്ങിയവയാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് BCA കോളേജുകളിൽ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ടോപ്പ് റാങ്കിംഗ് BCA കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ടയിൽ ഡയറക്റ്റ് അഡ്മിഷന് വേണ്ട ഗൈഡൻസ് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ മറുപടി തരുന്നതാണ്. ഇനി BCA കോഴ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും BCA കോഴ്സ് കഴിഞ്ഞവർക്ക് ജോലി അവസരങ്ങൾ ധാരാളമാണ്. ഇപ്പോൾ ഭൂരിഭാഗം കോഴ്സുകളിലും AI പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി ഉള്ളവർക്ക് നിശ്ചയമായും ITയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിലും ജോലിക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്നുണ്ട്. ജോലി അവസരങ്ങളിൽ പ്രധാനമായത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ, പ്രോംപ്റ്റ് എഞ്ചിനീയർ, ഡിജിറ്റൽ മാർക്കറ്റർ, വെബ് ഡെവലപ്പർ, മൊബൈൽ ആപ്പ് ഡെവലപ്പർ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്സ്, സൈബർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയവയാണ്. IT കമ്പനീസ്, സ്റ്റാർട്ടപ്സ്, സോഫ്റ്റ്വെയർ ഫേംസ്, ബാങ്ക്സ് കൂടാതെ കോർപ്പറേറ്റ് ഓഫീസുകളിലും BCA ഗ്രാജുവേറ്റ്സിന് നിരവധി അവസരങ്ങൾ ലഭ്യമാണ്. കൂടാതെ AI ആപ്ലിക്കേഷൻസ് ഉള്ള എല്ലായിടത്തും BCA ഗ്രാജുവേറ്റ്സിന് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ പ്രധാനമായും ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി പോലുള്ള IT ഹബ്ബുകളിൽ ജോലി അവസരങ്ങൾ ധാരാളമാണ്. BCA ഗ്രാജുവേറ്റ്സിന്റെ സാലറിയെ കുറിച്ച് പറയാം. ഫ്രഷ് BCA ഗ്രാജുവേറ്റ്സിന് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഏകദേശം 5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം വരെയുള്ള പാക്കേജ് ലഭിക്കാറുണ്ട്. എക്സ്പീരിയൻസ് കൂടുമ്പോൾ ഏകദേശം 75,000 രൂപ മുതൽ 1 ലക്ഷം വരെ മന്ത്ലി സാലറി ലഭിക്കാറുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ ഇപ്പോൾ പലരും അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് ഫ്രീലാൻസ് സർവീസ് വഴി തുടക്കത്തിൽ തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട്. ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നവർക്ക് MCA ഒരു സ്ട്രോങ് ഓപ്ഷനാണ്. അതിനുശേഷം PhDയും ചെയ്യാവുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി പോലുള്ള സ്പെഷ്യലൈസേഷൻ എടുത്താൽ കരിയർ സ്കോപ്പ് വളരെ മികച്ചതായിരിക്കും. ഇനി പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം BCA ആണോ BTech ആണോ നല്ലത് എന്നതാണ്. BTech 4 വർഷം ഡ്യൂറേഷനുള്ള കോഴ്സാണ്. കൂടാതെ മാത്സ് ഫോക്കസ് കൂടുതലുള്ള കോഴ്സ് കൂടിയാണ്. BCA 3 വർഷം ഡ്യൂറേഷനുള്ളൊരു കോഴ്സും മാത്രമല്ല താരതമ്യേന പഠിക്കാൻ എളുപ്പവുമാണ്. പ്രത്യേകിച്ച് മാത്സ് പ്രഷർ കുറവുള്ളൊരു കോഴ്സാണ് BCA. എഞ്ചിനീയറിംഗിൽ താല്പര്യമില്ലാത്തവർക്കും പ്രത്യേകിച്ചും മാത്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് BCA ഒരു നല്ല ഓപ്ഷനാണ്. മറ്റൊരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ വളരെ ചുരുക്കം ചില മേഖലകളിൽ ഒഴിച്ചാൽ BCAയും BTech കോഴ്സും കഴിഞ്ഞവരുടെ ജോലിയിൽ കാര്യമായ അന്തരം ഇല്ലാതായി എന്നുള്ളതാണ്. പിന്നെ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ പ്ലേസ്മെന്റ് ഹിസ്റ്ററി, ലാബ് ഫെസിലിറ്റീസ്, ഇന്റേൺഷിപ്പ് സപ്പോർട്ട്, കോളേജ് റെപ്യൂട്ടേഷൻ എന്നിവ തീർച്ചയായും ചെക്ക് ചെയ്യേണ്ടതാണ്. BCA കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ചും ജോലി സാധ്യതകളെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. ചുരുക്കത്തിൽ BCA അഥവാ
ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നത് ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി അവസരങ്ങൾ ലഭിക്കുന്ന 3 വർഷത്തെ ഒരു IT ഡിഗ്രി കോഴ്സാണ്. BCA കോഴ്സ് ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് കഴിഞ്ഞാലുള്ള ജോലി അവസരങ്ങളെ കുറിച്ച് അറിയാനും കേരളത്തിലെ ബെസ്റ്റ് BCA കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ഗൈഡൻസിനും കൂടാതെ ഇന്ത്യയിലെ ടോപ്പ് കമ്പ്യൂട്ടർ സയൻസ് കോളേജുകളായ SRM ചെന്നൈ, VIT വെല്ലൂർ തുടങ്ങിയ കോളേജുകളിൽ അഡ്മിഷന് ഗൈഡൻസ് ആവശ്യമുള്ളവരും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. കേരള എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ, MBBS, BVSC, BPT, പാരാമെഡിക്കൽ കോഴ്സസ്, PhD പ്രോഗ്രാംസ്, BSc നഴ്സിംഗ് തുടങ്ങിയ എല്ലാ കോഴ്സുകളുടെയും കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. കൂടാതെ എല്ലാ കോഴ്സുകളെ കുറിച്ചുമുള്ള സംശയങ്ങൾക്കും അഡ്മിഷൻ സംബന്ധമായ ഗൈഡൻസിനും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.